ഇന്ന് ഹെയർ സ്റ്റോറിയിൽ എന്നോടൊപ്പം വൺ ഹാൻഡ് എംബ്രോയിഡറി ഉടമ അഞ്ജന ഷാജി എന്ന യുവ സംരംഭകയാണ്. നമസ്കാരം അഞ്ജന. നമസ്കാരം. അഞ്ജന, ജോലിയൊക്കെ രാജിവെച്ചിരിക്കുന്ന ഒരു സമയം അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഷറാണ്. കാരണം ആദ്യത്തെ ഒരു മാസമൊക്കെ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഫിനാൻഷ്യലി ആണെങ്കിലും ശരി, മെന്റലി ആണെങ്കിലും വളരെ ബുദ്ധിമുട്ട് ഏറുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് തൻ്റെ കയ്യിലുള്ളൊരു ഹോബി അതൊരു ബ്രാൻഡിലേക്ക് പോകുന്നു, അത് വരുമാനം കൊണ്ടുതരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഒരു ജേർണി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ഹോബി എന്ന് പറയാൻ പറ്റില്ല. ഞാന് പഠിച്ചിട്ടില്ല, എംബ്രോയിഡറി ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും അതുവരെ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴിവുള്ളതായിട്ടും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ആ ഒരു പഠിത്തം ഒരു ആവറേജ് പഠിച്ചു, ഇങ്ങനെയൊക്കെ പഠിച്ചു. ഇപ്പൊ MSW സോഷ്യൽ വർക്കിൻ്റെതായ ഒരു ജോലി എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഒരു കോഴ്സ് എടുത്തത്. അപ്പൊ അതിന്റെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പഠിച്ചിറങ്ങിയത്. പക്ഷെ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോ ആണ് എനിക്ക് മനസ്സിലായത്, അതായത് കോമൺ ആയിട്ടുള്ള ആൾക്കാര് എന്നെ കാണുന്നത് ബാക്കി എന്നെ അറിയാവുന്നവർ കാണുന്നത് പോലെ അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ ആ സമയത്താണ് തിരിച്ചറിയുന്നത്. അപ്പോ എനിക്ക് കുറെ റിജക്ഷൻസ് വന്നപ്പോ എനിക്ക് മനസ്സിലായി. കാരണം എനിക്കെല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല. സ്റ്റിൽ ഞാന് ഒരുപാട് ബുദ്ധിമുട്ട് പരിചയമുള്ള ആന്റി വഴിയാണ് പിന്നെ എനിക്കൊരു ജോലിക്ക് എനിക്ക് കയറാൻ പറ്റിയത്. അതാണെങ്കിലും ഞാൻ പഠിച്ചൊരു ജോലി അല്ലായിരുന്നു. അപ്പോ കേറിയില്ലെന്ന് ഓർത്ത് ഞാൻ കുറച്ചുനാള് അവിടെ വർക്ക് ചെയ്തു. പക്ഷെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിത് പറ്റുന്നില്ല, എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി. അവരുടെ ഭാഗത്തുനിന്നുള്ള ബുദ്ധിമുട്ടുകളല്ല, എനിക്ക് എന്റേതായ രീതിയിൽ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു രീതിയിലേക്ക് എത്തിയപ്പോ ഞാൻ പിന്നെ ഓർത്തെന്നാ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു MSWന്റെ തന്നെ ജോലി നോക്കാമെന്ന് ഓർത്താണ് ഞാൻ ശരിക്കും ആ ഒരു ജോലി അവിടുന്ന് നിർത്തി ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ വീണ്ടും ഞാൻ കുറെ അപ്ലൈ ചെയ്തു. എവിടെങ്കിലും ഈ പ്രതീക്ഷ ഉണ്ടത് എന്തായാലും ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അത് രാജിവെച്ച് ഇറങ്ങിയതെങ്കിലും സ്റ്റിൽ എനിക്ക് അതുപോലത്തെ എന്റേതായ ജോലികൾക്കൊന്നും എന്നെ വിളിക്കുന്നില്ല. ഇതുപോലത്തെ ടെലികോളിങ് അങ്ങനത്തെ സംഭവത്തിലൊക്കെ പിന്നെയും വിളിക്കുന്നുള്ളൂ. അധികം ഇങ്ങനെ എഫോർട്ട് ഇല്ലാത്ത പണികൾ. പക്ഷെ എനിക്കങ്ങനെ എന്ത് പണി ഞാൻ ചെയ്യും, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുറച്ചാൾ ഞാൻ ഇരുന്ന ഗ്യാപ്പില് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തു. ഞാന് പെയിന്റിങ് ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, ഡൂഡിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഞാനൊരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തതിന്റെ കൂടെയാണ് ഞാൻ ഈ എംബ്രോയിഡറിയും ഞാൻ ട്രൈ ചെയ്തത്. അതും ഇങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു കുഞ്ഞ് എംബ്രോയിഡറി കണ്ട് ഞാൻ വെറുതെ തയ്ച്ചു തുടങ്ങിയതാണ്. അതും പഠിച്ചിട്ട് ചെയ്ത് തുടങ്ങിയതല്ല. അങ്ങനെ ചെയ്താണ് അതൊരു പ്രൊഫഷനിലേക്ക് ആയത്. അപ്പൊ ആദ്യത്തേത് പഠിക്കാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് പ്രൊഫഷനിലേക്ക് ആകുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല തുടങ്ങിയ സമയത്ത്. ആദ്യം എന്റെ ഡ്രസ്സിലും ഹസ്ബൻഡിന്റെ ഡ്രസ്സിലൊക്കെയാണ് ഞാൻ കുറെ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ ചെയ്താണ് ഇപ്പൊ ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങാനും അതുവഴിയൊക്കെ തന്നെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പങ്കുവെക്കാനും ഒക്കെ പറഞ്ഞത്, അതുവഴി ഒരു ഓർഡർ ആദ്യമായിട്ട് ലഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ് അത് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു അത്? ആദ്യമായിട്ട് ഓർഡർ ലഭിച്ച ആ ഒരു മൊമെന്റ് നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. കാരണം ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഞാനിങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്നത് ആൾക്കാര് അതിൽ അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് അത് എത്തിപ്പെടുന്നു ശ്രദ്ധിക്കുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ ചെയ്ത് ആദ്യത്തെ കുറച്ച് വീഡിയോകൾ ഇട്ടു. ആദ്യമൊന്നും അങ്ങനെ അധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ല. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ആൾക്കാരിലേക്ക് അത് പെട്ടെന്ന് എത്തിപ്പെട്ടു. കാരണം എനിക്കറിയില്ല ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ കുറിച്ച് തന്നെ എനിക്ക് വലിയൊരു അറിവും ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ടൊരു വർക്ക് കിട്ടിയപ്പോ എനിക്കത് വലിയൊരു അംഗീകാരം തന്നെയായിരുന്നു. ഞാൻ പഠിക്കാണ്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും ആ വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് തന്നെ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഐഡിയ പറഞ്ഞ് ആ രീതിയിലായിരുന്നു ചെയ്തത്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് അധികം ചിന്തിക്കേണ്ടി വരുന്നില്ല, കസ്റ്റമൈസ് ചെയ്താണല്ലോ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഡിസൈനിലാണ് ചെയ്ത് കൊടുത്തത്. അപ്പോ അത് എന്റെ ഫസ്റ്റത്തെ ഒരു അംഗീകാരമാണ്. ഞാൻ ചെയ്ത ആ ഒരു വർക്കിന്റെ അല്ലെങ്കിൽ എന്റെ ഒരു കഴിവിന്റെ ആദ്യത്തെ അംഗീകാരമാണ് അത്. അതിന്റെ ഒരു എമൗണ്ട് പേയ്മെന്റ് കിട്ടുക എന്നതിനേക്കാൾ ഉപരി അത് അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം.
അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് അത് എത്തുക, അതേപോലെ ഈ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നാൾ അല്ലെങ്കിൽ ഈ കാര്യം അല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു ഹോബി എന്ന നിലയിലൊക്കെ തുടങ്ങി അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം കൊണ്ട് അത് പഠിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, അതൊരു പ്രൊഫഷണൽ ബിസിനസ്സായിട്ടൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ തന്നെ അതൊരു ബിസിനസ്സായി മാറിയപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു, അല്ലെങ്കിൽ ചെറിയ തോതിൽ നിന്ന് അതൊരു വലിയൊരു പ്രൊഡക്ഷനിലേക്കൊക്കെ പോയപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് നേരിട്ടത്? ബുദ്ധിമുട്ട് എല്ലാം തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മളങ്ങനെ പ്ലാൻ ചെയ്തൊന്നും സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ എംബ്രോയിഡറി ഞാൻ പഠിക്കാണ്ടാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ എംബ്രോയിഡറി തന്നെ അത് തന്നെ ഒരു വലിയൊരു ലോകമാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ്ങുകളുണ്ട്, പലതരം മെറ്റീരിയലുകൾ, പലതരത്തിലുള്ള. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇപ്പോഴും ഞാൻ പഠിച്ചൊന്നും ആയിട്ടില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എംബ്രോയിഡറിനെ കുറിച്ച് തന്നെ എനിക്ക് അറിയില്ല. പിന്നെ ബിസിനസിനെ കുറിച്ചും എനിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുകളില്ല. എങ്ങനെ തുടങ്ങണം, എങ്ങനെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ച് ഒന്നിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോ പറഞ്ഞ പോലെ ആൾക്കാർ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നമുക്ക് എല്ലാവരിലേക്കും പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ എനിക്ക് പറ്റില്ല. ഒരുപാട് മെസ്സേജുകൾ വരുമ്പോഴേക്കും എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുത്തെത്താൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ എല്ലാവരുടെ വർക്ക് എനിക്ക് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ചില മെസ്സേജുകളൊക്കെ ഞാൻ കാണുമ്പോഴേക്കും അവർക്ക് ആ വർക്ക് വേണ്ടിയിരുന്ന ഡേറ്റ് ചിലപ്പോൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആൾക്കാരെ ഡീൽ ചെയ്യാൻ. ഇപ്പോ അവർക്കറിയില്ല തയ്ക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് ടൈം എടുക്കുമല്ലോ. ഹാൻഡ് വർക്ക് ആണല്ലോ, ഒരു ആർട്ടാണല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ടൈം എടുക്കും. അങ്ങനത്തെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാം ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഭാവിയിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ശരിയായിട്ട് വരും. അതേപോലെ തന്നെ ഈ നമ്മുടെ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പല സ്വഭാവമുള്ള ആളുകളാണ്, പല വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു കഴിവ് തന്നെയാണ്. കാരണം ആ കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിൽ അഫക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഓൺലൈൻ ബിസിനസ്സിലേക്കൊക്കെ എത്തുന്നത്. എങ്ങനെയാണ് അതൊക്കെ ഡീൽ ചെയ്യുന്നത്? എങ്ങനെയായാലും എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒരേ കാര്യത്തിന് തന്നെ പലരും മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. അപ്പോ ചിലവരെ നമുക്ക് ഒരുമാതിരി എല്ലാവരെയും തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും ചിലർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരുണ്ട്. നമുക്ക് ഓൾറെഡി എംബ്രോയിഡറി ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് ടൈം എടുക്കും. അതിപ്പോ ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടല്ല, എങ്കിലും ടൈം എടുക്കും. അപ്പൊ ചിലർക്കത് പറഞ്ഞ് മനസ്സിലാവില്ല. നമുക്കതങ്ങനെ വിടാനേ പറ്റുള്ളൂ. എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും. ഒരു പരിധി വരെ ഞാൻ എൻ്റെ ഏറ്റവും സമാധാനപരമായ രീതിയിൽ ഞാൻ പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഡീൽ ചെയ്യാം, എങ്ങനെയൊക്കെയോ ഞാൻ ഡീൽ ചെയ്യും. ഓൾറെഡി MSW ആയിരുന്നല്ലോ, അതിൽ തന്നെ ഞാൻ പഠിച്ചിരിക്കുന്നത് തന്നെ ആൾക്കാരുമായിട്ട് ഇടപഴകാനും എല്ലാ തരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനൊക്കെ തന്നെയായിരുന്നു. അപ്പോ അതൊക്കെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം ഇത്രയും ആളുകളൊക്കെ തന്നെയും ഓർഡർ ചെയ്യുന്നു, അവർക്കൊക്കെ തന്നെയും അവരുടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു നല്ലൊരു കസ്റ്റമറിനെ ഇപ്പോഴും ഓർക്കുന്നത് ഏതായിരിക്കും? കസ്റ്റമർ ഓർത്തിരിക്കുന്ന ഒരുപാട് വർക്ക്, ഓൾറെഡി എൻ്റെ വർക്കുകളെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോ അത് തന്നെ ഈച്ച് ആൻഡ് എവറി വർക്കുകളും സ്പെഷ്യലാണ്. എല്ലാവരും അവരവരുടേതായ ഒരു സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എൻ്റെ ഓരോ വർക്കുകളും അതുപോലെ സ്പെഷ്യൽ തന്നെയാണ്. അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒരു കുഞ്ഞ് 6ാം മാസത്തിൽ ജനിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലാണ്. അപ്പൊ 9ാം മാസത്തില് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാൻ പോകുമ്പോ ഇതുവരെ വേറെ ആരും കണ്ടിട്ടില്ല. ആ കുട്ടീനെ അമ്മ മാത്രമേ അതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ആ കുട്ടീനെ ഇടിയിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്ത ഒരു ഡ്രസ്സിന്റെ ആ ഒരു ഡ്രസ്സും എംബ്രോയിഡറി വർക്കും കൂടെ ഉള്ളതായിരുന്നു എനിക്ക് എൻ്റെ ഏറ്റവും മനസ്സിലേറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത്. നമ്മളപ്പോൾ അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്ത് കൊടുത്തത്. കാരണം അത് അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലോ, അത് അത്രയും മനസ്സിൽ തട്ടുന്നൊരു മൊമെന്റ് ആയതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. അതുപോലെ കുറെ വർക്കുകളുണ്ട്, സ്റ്റോറി പറയാൻ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇതുപോലെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇതുപോലെ ഒരാൾക്കൊരു ജീൻസിൽ ചെയ്തു കൊടുത്തിരുന്നു. അത് ജീൻസിൽ ചെയ്തെന്ന് പറഞ്ഞാലും അത് ആരും ഇങ്ങനെ കാണാത്ത ഭാഗത്ത്, ബെൽറ്റ് ഒക്കെ വരുന്ന ഭാഗത്താണ് അത് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ അവരെ ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കുന്നതല്ല, അവർക്കൊരു സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു
ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യിപ്പിക്കുന്ന വർക്കുകളാണ്. അതൊക്കെ എനിക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഓർഡർ ലഭിക്കുകയാണ്, പ്രധാനമായിട്ടും ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു ഓർഡർ ലഭിക്കുകയാണ്, അതൊരു കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്? അത് അവസാനം അതൊരു പ്രോഡക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നത് അതെങ്ങനെയാണ് ആ പ്രോസസ്സ്? കൂടുതലും ആൾക്കാർ കസ്റ്റമൈസ് ചെയ്താണ് ചോദിക്കുന്നത്. അപ്പോൾ അതില് ഒന്നെങ്കിൽ മിക്കവാറും തന്നെ നമ്മൾ റെഡിമെയ്ഡ് പ്രൊഡക്റ്റിലാണ് നമ്മൾ അവരുടേതായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് തന്നെ ടീഷർട്ട്, ഷർട്ട് അങ്ങനത്തെ വർക്കുകളാണ്. പിന്നെ ഫേസ് പോർട്രേറ്റ്, അങ്ങനത്തെ ഫേസ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ വർക്കുകളാണ്. അപ്പോൾ ഓൾറെഡി ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും, അതിന്റെ സൈസും കളറൊക്കെ ചോദിക്കും. അപ്പോൾ അവർ അതിന്റെ കാര്യങ്ങളൊക്കെ പറയും, അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിലർ വ്യക്തമായിട്ട് തന്നെ പറയും, ഇങ്ങനെ തന്നെ വേണം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഞാൻ ടീഷർട്ട് എടുത്തിട്ട് അത് ചെയ്ത് കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കും, അതിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് അവർക്ക് ഓക്കെ ആവുന്ന രീതിയിൽ ചെയ്തിട്ടാണ് അവരുടെ അഡ്രസ്സിലേക്ക് നമ്മളിവിടുന്ന് കൊറിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ സാധാരണമായ കോമൺ പ്രോസസ്സ് അങ്ങനെയാണ്. ഈ പ്രധാനമായിട്ടും എങ്ങനത്തെ വർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഏതിനാണ്? ഞാൻ കണ്ടിരുന്നു മോഹൻലാലിൻ്റെ ഷർട്ടിലൊക്കെയുള്ള എംബ്രോയ്ഡറി ഒക്കെ കാണിച്ച ആളുകളൊക്കെ ചോദിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പം നിലവിൽ ആവശ്യക്കാരുള്ളത് ഏത് തരത്തിലുള്ള വർക്കാണ്? ഏറ്റവും കൂടുതൽ ടീഷർട്ടിലാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു വർക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ടീഷർട്ടിൽ ഞാൻ കുറെ ബോക്സുകളിൽ കുറെ പിക്ചർ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്ക് ഞാൻ ചെയ്തിരുന്നു. ടീഷർട്ടിന്റെ ബാക്ക് സൈഡിൽ കുറെ ബോക്സിൽ കുറെ വർക്കുകൾ, ആ ഒരു വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡലുള്ള വർക്കുകളാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഇപ്പോ ഒരു വൈഫ് അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരുടെയും ടീഷർട്ടിൽ ഇതുപോലെ ബോക്സിൽ അവരുടെ ലവ് സ്റ്റോറി മുതൽ ഇതുവരെ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി, ഇത്ര വെഡിങ് ആനിവേഴ്സറി ആണ്, അതുവരെയുള്ള ഒരു സ്റ്റോറി ഒരു ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു വർക്ക് അങ്ങനെ ബോക്സിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ രണ്ടുപേർക്കും കൂടെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ, പിന്നെ അതുപോലെ കപ്പിൾസ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരുടെ കൂടുതലും വർക്കുകൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. കാരണം ഒരു സ്റ്റോറിയാണ് അവർ ആ ഒരു ഡ്രസ്സിൽ അവർ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അത് ഇട്ടുകൊണ്ട് നടക്കുക എന്നതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ ഒരു മെമ്മറിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നേക്കുന്നത്. പിന്നെ ടീഷർട്ടുകളിലാണ് അല്ലാതെ കോമൺ ആയിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും എഴുത്തുകൾ, അങ്ങനത്തെ വർക്കുകളൊക്കെ വരാറുണ്ട്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ഏറ്റവും ടൈം എടുക്കുന്ന വർക്കും അതാണ്. ഈ ബോക്സിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. അത് ഒത്തിരി സമയം വേണം, ഒത്തിരി ക്ഷമയും വേണം. അപ്പോൾ ചിലര് ഓക്കെയാണ്, ആ ടൈം എടുക്കുന്നതിനവർക്ക് പ്രശ്നമില്ല. പക്ഷെ ചിലവർക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അത്രയും ടൈം എടുക്കുന്നത് എന്നുള്ളത്. എങ്കിലും അതാണ് ഏറ്റവും ഭംഗിയുള്ള വർക്ക്, കാരണം നല്ല ഹെവി ആയിട്ടുള്ള വർക്കുമാണത്. അതേപോലെ തന്നെ ഈ ടൈം മാനേജ് ചെയ്യുന്നത് അതെങ്ങനെയാണ്? കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതാണ് എംബ്രോയ്ഡറി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്രോഷേ ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സമയം എടുക്കുന്നത്, കാരണം അത് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ടൈം എടുത്ത് പയ്യെ ചെയ്യും. പക്ഷേ ഇതിങ്ങനെ ഓർഡറൊക്കെ ലഭിക്കുകയാണ്, അതും 1-2 ഓർഡറൊക്കെ പെട്ടെന്ന് ലഭിക്കുമ്പോൾ ഈ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അഞ്ജനയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ ഇടയ്ക്ക് ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഏത് സമയത്താണ് പ്രധാനമായിട്ടും എംബ്രോയ്ഡറി ചെയ്യാറുള്ളത്? ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്. രാവിലെ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് ഞാൻ ഇരിക്കും. പകൽ മുഴുവൻ ഞാൻ എംബ്രോയിഡറി തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പർച്ചേസിങ് വരുമ്പോൾ അങ്ങനെ പോവാറുണ്ട്. എങ്കിലും മിക്കപ്പോഴും തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കറക്റ്റ് ടൈമിനുള്ളിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ കൂടുതലും സമയവും ഞാൻ ഇതുപോലെ തുടക്കത്തിലൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാതിരുന്ന് തന്നെ വർക്ക് തീർത്ത് കറക്റ്റ് ടൈമിൽ ആ ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ഉറക്കം കളഞ്ഞിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഹെൽത്ത് ഇഷ്യൂ ആയപ്പോഴത്തേക്കും ഞാൻ അത് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിന്നെ വിചാരിച്ചു അത്രയും വർക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ എന്റെ ഹെൽത്ത് പോയിട്ട് പിന്നെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പറഞ്ഞ ടൈറ്റാണ് സമയം. കുറച്ചധികം ഒരു ആർട്ടാണല്ലോ എന്ന് വെച്ചാൽ ഒരു വർക്കല്ലല്ലോ, നമുക്ക് തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഒരു പെയിന്റിങ് ഒക്കെ പോലെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഈ പറഞ്ഞ പോലെ എംബ്രോയിഡറി എന്നൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്ത് കാര്യം ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ എനിക്ക് അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റില്ല.
അപ്പോ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വർക്കുകൾ ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാൻ ലേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് വർക്കുകൾ ഓൾറെഡി ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അങ്ങനെ കറക്റ്റ് ടൈമിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ മാനേജ് ചെയ്ത് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അഞ്ജന, എന്താണ് വൺ ഹാൻഡ് എംബ്രോയിഡറിയെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകമായിട്ട് അഞ്ജനയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ തൻ്റെ ബ്രാൻഡിൻ്റെ ഒരു വ്യത്യസ്തതയായിട്ട് അഞ്ജനയ്ക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? എനിക്ക് തോന്നുന്നു കൂടുതലും കസ്റ്റമൈസേഷൻ തന്നെയാണ് അതിന്റെ ആ ഒരു വ്യത്യസ്തത. ആൾക്കാര് സാധാരണ ഇപ്പോ നമ്മൾ ഷോപ്പിൽ പോയി അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ അവര് തന്നെ അവരുടെ ആഗ്രഹങ്ങള് അല്ലെ അവരുടെ ഐഡിയകള് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെല്ലാം കൂടെ നമ്മളുടെ അടുത്ത് പറയും. അപ്പോൾ നമ്മളും അതിൻ്റെതായ രീതിയിൽ നമുക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടേതായ കുറച്ച് ഐഡിയയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ആർട്ട് അവരുടേതായ രീതിയിലുള്ളൊരു ഒരു ശില്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ നമ്മൾ ഓരോ വർക്കും ചെയ്തെടുക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി, ആ ഒരു വ്യത്യസ്തത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ വർക്കല്ല, അവരുടെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ആ ഒരു വൺ ഹാൻഡ് എംബ്രോയിഡറി ആ ഒരു വ്യത്യസ്തത അവിടെ ഉള്ളത്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ വളരെ ആക്റ്റീവാണ്, മറ്റ് വീഡിയോകളൊക്കെ തന്നെയും അങ്ങനെ എത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്നുള്ള ആ ഒരു മേഖല അതിൽ എത്രത്തോളം അഞ്ജനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ എത്ര സംരംഭങ്ങൾക്കൊക്കെ തന്നെയും വലിയൊരു വഴിത്തിരിവായി മാറിയതാണ് സോഷ്യൽ മീഡിയ. അഞ്ജനയുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ശരിക്കും എൻ്റെ ലൈഫില് സോഷ്യൽ മീഡിയക്ക് വളരെ വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിലെ വഴിത്തിരിവിന് ഇതിന് തൊട്ട് മുന്നേ വരെ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും മുന്നേ വരെ ഞാൻ അങ്ങനെ അധികം സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇത്രത്തോളം ഒരു സാധ്യത ഉണ്ടെന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നില്ല. ഇങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എന്നെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്, അല്ലെ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നതും ഈ റീസെന്റ് ആണ്, ഇങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ശരിക്കും എനിക്ക് ഞാൻ ചെയ്തിരുന്ന എൻ്റെ ഒരു ഹോബി ഒരു ബിസിനസ്സിലേക്ക് എനിക്ക് മാറ്റാൻ സാധിച്ചത് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത് ശരിക്കും ഇങ്ങനൊരു പേജ് തുടങ്ങിയതിന് ശേഷം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയക്ക് ശരിക്കും ഇന്നത്തെ കാലത്ത്, അതും പണ്ട് കാലങ്ങളിൽ പോലെ അല്ലല്ലോ. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരു പരസ്യമൊക്കെ ചെയ്യണമെങ്കിൽ എത്രത്തോളം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കടന്നാലാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നമുക്ക് പരസ്യം ചെയ്യാനും അല്ലെ നമ്മുടെ ഒരു ഐഡിയ നമുക്ക് കുറച്ച് പേരിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എനിക്കത് ഒത്തിരി സഹായമായിരുന്നു, എനിക്കതൊരു തിരിച്ചറിവുമായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ആ ഒരു വളർച്ച. അതേപോലെ തന്നെയാണ് ടെക്നോളജി, എംബ്രോയിഡറി മെഷീൻ അടക്കമുള്ള കാര്യങ്ങളിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ. അതെങ്ങനെയാണ് അഞ്ജന അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ എംബ്രോയിഡറി മെഷീനിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എംബ്രോയിഡറി മെഷീൻ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ ശരിക്കും അതിലെ കാര്യങ്ങളൊക്കെ. എങ്കിലും ഇപ്പൊ ഞാൻ ഹാൻഡ് വർക്ക് ഒറ്റയ്ക്ക് വർക്ക് തീരാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ മെഷീനിലേക്കും കൂടെ ചിന്തിക്കേണ്ടി വന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒരുപാട് ഹാൻഡ് വർക്ക് ചെയ്യുന്നവർ ഞാൻ ഇതുപോലെ നോക്കിയിരുന്നു. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ചേച്ചിമാരുണ്ട്, അവരെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും. പക്ഷെ ഹാൻഡ് വർക്ക് ചെയ്യുന്നവരെനിക്ക് അധികം നല്ല എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ആരെയും കിട്ടിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയായാലും നമുക്ക് വർക്ക് തീർക്കണം. അപ്പോൾ ചിലവർക്ക് ഹാൻഡ് വർക്ക് തന്നെ വേണമെന്നില്ല, അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു പിക്ചർ അവർ ഡ്രസ്സിൽ ചെയ്ത് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മെഷീൻ വർക്ക് ആണെങ്കിലും അവർക്കത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മെഷീൻ വർക്ക് ഉണ്ടെന്നതിനെ കുറിച്ച് ഞാൻ അറിയുന്നത് അതിന് ശേഷമാണ്, ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ്. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ അങ്ങനെ കുറെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് എംബ്രോയിഡറി മെഷീൻ മേടിച്ചത്. അപ്പോൾ അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അതിലും കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പഠിത്തം അവസാനിക്കുന്നില്ല, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി വൺ ഹാൻഡ് എംബ്രോയിഡറി ഈ ഒരു സംരംഭത്തെ ഭാവിയിൽ എവിടെ എത്തിക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതുക്കിയ പതിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ പ്ലാനുകളാണ് അഞ്ജനയുടെ പക്കലുള്ളത്?
പ്രധാനമായിട്ടും എനിക്ക് എന്നെ പോലുള്ളവ കുറച്ച് പേരെങ്കിലും നമ്മുടെ ഈ ഒരു ബ്രാൻഡിന്റെ ആ ഒരു ഇതില് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോ നമ്മുടെ ആ ഒരു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിന്ന് അവരുടേതായ വർക്കുകൾ തന്നെ അവർക്ക് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അവർക്ക് അവരുടേതായ രീതിയിൽ തന്നെ വളരാൻ വേണ്ടി ഞാനൊരു ഹെൽപ്ഫുൾ ആണ്, ഞാനൊരു വഴിയാവണല്ലോ, ഞാനൊരു വെളിച്ചമാവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതാണ് എനിക്ക് നിലവിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം ഉള്ളത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കിത് വലിയൊരു ബ്രാൻഡ് ആക്കണം എന്നുണ്ട്. ഒരുപാട് പേരിലേക്ക് എത്തിക്കുക, അത്രയും പേരിലേക്ക് എത്തിക്കുന്ന അത്രയും നമുക്ക് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള എൻ്റെ ആഗ്രഹങ്ങളും കൂടുതൽ സാധിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇപ്പൊ അറിയാവുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് ഇതെനിക്ക് ലോകം മുഴുവൻ എത്തിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് അഞ്ജന. സൈക്ലിംഗ് ഉണ്ട്, നീന്തലുണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, കരാട്ടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് മേഖലകളിലൊക്കെ തന്നെ ഇങ്ങനെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഇവയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് MSW വലിയ രീതിയിലാണ് ഈ കസ്റ്റമേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇവയുടെ ഒക്കെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു ജീവിതത്തിലുടനീളം? ശരിക്കും ഞാനിത് പണ്ട് മുതലേ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊന്നും എനിക്ക് അത്ര വലിയൊരു കാര്യമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ എത്തി, ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി, ഇപ്പൊ ഇതുപോലെ ആൾക്കാര് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് അതൊക്കെ ഒരു വലിയ സംഭവമാണ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് തന്നെ ഒരു ചിന്ത വരുന്നത്. അപ്പോ ഓഫ് കോഴ്സ് അതെനിക്കൊരു പബ്ലിസിറ്റിക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പേജിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ പേജില് എന്നെ പോലുള്ളവര് അല്ലെ എന്നെ പോലുള്ള കുട്ടികളുള്ളവര് അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുകയും സംസാരിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്കതൊരു ധൈര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുള്ളവർക്ക് അത് വലിയൊരു ധൈര്യമാണ്. അവരുടെ കുട്ടികൾക്കും എന്നെ പോലുള്ളവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ഒരു മാതൃകയാണല്ലോ. അപ്പോ അങ്ങനെയുള്ളവർക്കൊരു മാതൃകയാകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതും നമ്മുടെ ആ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ MSWന്റെ വർക്കും കൂടെയാണ് ഞാൻ ആ കൂടെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഒക്കെ ഞാൻ നേരത്തെയും ചെയ്യുമായിരുന്നു, പക്ഷെ അതിങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു അവസരം കിട്ടിയത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നൊരു പേജ് തുടങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ബിസിനസ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ ഒരു പിന്തുണ അതെങ്ങനെയാണ്? ഫാമിലി അവരാണ് എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. അവർ തന്നെയാണ്. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. തുടങ്ങിയത് തന്നെ അതുകൊണ്ടാണ്. ഞാൻ ജോലി ഇല്ലാതിരുന്ന സമയത്ത് അടുത്ത ജോലിക്ക് വേണ്ടി വീട്ടിലിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു സമാധാനത്തിൽ എനിക്ക് എൻ്റെതായ ഒരു കാര്യങ്ങൾ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ടൈം തന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി തന്നെയാണ്. എനിക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് എനിക്ക് ആ ഒരു മെന്റൽ സപ്പോർട്ട് തന്നതും, ഇപ്പോഴാണെങ്കിലും ഓരോരോ കാര്യങ്ങൾക്ക് ഇപ്പോ ഓഫ് കോഴ്സ് ബിസിനസിന്റെ കാര്യത്തിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഓട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിലെല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അവരൊരു പ്രധാനപ്പെട്ട പാർട്ട് തന്നെയാണ് ഇതിന്റെ വൺ ഹാൻഡ് എംബ്രോയിഡറി ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവർ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അഞ്ജനയ്ക്ക് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു കാര്യം അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് സ്കില്ല് ഉണ്ടാവണമെന്നല്ല, നമുക്ക് വളർത്തിയാണേലും എടുക്കാം. ഇപ്പോൾ എനിക്ക് അങ്ങനെ സ്കില്ല് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ തന്നെ ഇപ്പോഴാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ അറിയുന്ന ഇപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എല്ലാണെങ്കിലും സ്വന്തമായിട്ട് എന്തായാലും ഒരു ഫോൺ ഉണ്ടാവും. അത് എത്രത്തോളം നല്ലതാണോ മോശമാണോ അങ്ങനെയൊന്നുമില്ല. ഞാൻ തുടങ്ങിയത് ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. നമ്മൾ ഒരല്പം ആത്മാർത്ഥതയോട് കൂടി കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വളരെ പതിയാണെങ്കിലും, എല്ലാവരും പെട്ടെന്ന് വേണം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. വളരെ പതിയാണ്. ഞാനും എൻ്റെ പേജ് തുടങ്ങിയ സമയത്ത് ആദ്യമൊന്നും അധികം അങ്ങനെ വ്യൂസും അധികം സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. വളരെ ചെറിയ വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളതിന് വളരെ ക്ഷമയോടുകൂടി നമ്മൾ ആ ഒരു പ്രോസസ്സിനെ വിശ്വസിച്ച്
കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വരും. ആ ഒരു പുറകെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒപ്പത്തിന് എത്തും. നമുക്ക് പിന്നീട് പതിയെ അതിന്റെ സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും വരും. ഇനി അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. ഞാന് പറഞ്ഞ ഒരു തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഇതിലേക്ക് വന്നത്. ജസ്റ്റ് വന്ന് എത്തിപ്പെട്ടതാണ്. പിന്നീടാണ് അതിൽ ഞാൻ പിടിച്ചു കയറിയത്. അപ്പോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. കാരണം എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഇവിടെ ഉണ്ട്. എന്തിനുള്ള സാധ്യതകളും ഉണ്ട്. എന്ത് തടസ്സങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് തുടങ്ങിയാൽ മതി. ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ റെഡിയാകും. അതാണ് മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട് അഞ്ജന. എല്ലാവിധ ആശംസകളും എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു. ഹെസ്റ്റോറിയിൽ മറ്റൊരു അതിഥിയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.